we would be concluding chapter 9. ഇന്ന് നാം 9-ാം അധ്യായത്തിലെ പഠനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. And dear Sam Uncle, in his prayer, had given a good summary about what we had studied the last week. സാം ചായന്തന്റെ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതിന്റെ രത്നചുരുക്കം ഓർക്കുകയുണ്ടായി. So I'm not going much into detail, but there had been few brethren who were unable to attend the study and sessions due to practice of the Sunday School anniversary. And also, I would be sharing the recording of Esther last week's and today's week session later in our WhatsApp group. കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂൾ പ്രാക്ടീസ് മുഖാന്തരം ചില സഹോദരന്മാർക്ക് ജോയിൻ പറ്റാതെ പോയി. അതുകൊണ്ട് അതിന്റെ റെക്കോർഡിങ്ങും ഇന്നത്തെ റെക്കോർഡിങ്ങും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഗ്രൂപ്പിൽ. So we now come to the end of the prayer, and which we had been seeing from the start of Nehemiah chapter 9 from verse 6. And we see also that the prayer is changing the direction that it had been having so far. നാം ഇപ്പോഴ് ഈ 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ കാണുന്നതായിട്ടുള്ള പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്കാണ് വരുന്നത്. തന്നെയുമല്ല പ്രാർത്ഥനയുടെ ദിശ അല്പം മാറുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. Up to this point, it always has been the history of what God did and what they did. ഇതുവരെയും ദൈവം എന്ത് ചെയ്തു എന്നുള്ളതും അവർ എന്ത് നിലയിൽ പ്രതികരിച്ചു എന്നുള്ളതുമായിരുന്നു പ്രാർത്ഥനയുടെ വിഷയം. And verse 32 starts with now and moving into the present tense. ഈ 32 മുതലായിരുന്ന വാക്യങ്ങളിൽ ഇപ്പോഴത്തെ വർത്തമാന കാലത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിയുന്നത്. And then we see the outcome of this long prayer, which we will look into in verse 38, where the prayer that starts spoken now ends being signed with a covenant. ഈ പ്രാർത്ഥനയുടെ സമാപനം എന്തായിരുന്നു നമുക്ക് 38-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത് പുതിയതായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഇടയായിട്ട് തീർന്നു. So today evening our journey is from confession to covenant, how an honest prayer ends in a firm commitment to God, but else we will also later look at the limitations even with that firm commitment, and as time permits, how all of this shadows to Christ. അങ്ങനെ വാസ്തവത്തിലുള്ളതായിരിക്കുന്ന ഒരു ഏറ്റുപറച്ചിൽ ഒരു സമർപ്പണത്തിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനുള്ളതായിരിക്കുന്ന പരിമിതികളെ കുറിച്ചും കൂടാതെ ഏത് നിലയിൽ ഈ കാര്യങ്ങൾ കർത്താവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് അവസാന ഭാഗത്ത് ചിന്തിക്കാവുന്നതാണ്. Yes. Now let's quickly read the portion from verse 32 till the end. 32 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. Personally, you can read it and request others also to read their Bibles. ആകയാൽ ദൈവമേ, നിയമവും കൃപയും പാലിക്കുന്നവനായി വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ, അശൂർ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും നിന്റെ സർവ്വജനത്തിനും നേരിട്ട കഷ്ടങ്ങളൊക്കെയും നിനക്ക് ലഘുവായി തോന്നരുതേ. എന്നാൽ ഞങ്ങൾക്ക് ഭവിച്ചതിലൊക്കെയും നീ നീതിമാൻ തന്നെ, നീ വിശ്വസ്തത കാണിച്ചിരിക്കുന്നു, ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടന്നിട്ടില്ല. നിന്റെ കൽപ്പനകളും നീ അവരോട് സാക്ഷീകരിച്ച് നിന്റെ സാക്ഷ്യങ്ങളും പ്രമാണിച്ചിട്ടുമില്ല. അവർ തങ്ങളുടെ രാജത്വത്തിലും നീ അവർക്ക് കൊടുത്ത നിന്റെ വലിയ നന്മകളിലും നീ അവർക്ക് അധീനമാക്കി കൊടുത്ത വിശാലതയും പുഷ്ടിയുമുള്ള ദേശത്തിലും നിന്നെ സേവിച്ചിട്ടില്ല. തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ വിട്ടു തിരിഞ്ഞിട്ടുമില്ല. ഇതാ ഞങ്ങൾ ഇന്ന് ദാസന്മാർ. നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത ഈ ദേശത്ത് തന്നെ ഇതാ ഞങ്ങൾ ദാസന്മാരായിരിക്കണം. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നീ ഞങ്ങളുടെ മേലാക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു. അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളിന്മേലും അധികാരം നടത്തുന്നു. ഞങ്ങൾ വലിയ കഷ്ടത്തിലും ആയിരിക്കുന്നു. ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായ ഒരു നിയമം ചെയ്ത് എഴുതുന്നു. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടും.
Now, in verse 34, we see, now therefore, our God. The word therefore is like a hinge or a turning point. വേഴ്സ് Or 30 verse 32. Yeah. 32 നാം വായിക്കുന്നു, ആകയാൽ എന്ന് നാം വായിക്കുന്നു മലയാളത്തില്. അത് ഇപ്പോഴത്തെ അവസ്ഥയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. So it is a turning point of this prayer. Everything before it was a recital, and now everything after this is a request. ഇത് പ്രാർത്ഥനയിലെ ഒരു വഴിത്തിരിവിന്റെ ഭാഗമാണ്. ഇതുവരെ ഉണ്ടായത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുവാൻ പോകുന്നത് വർത്തമാനകാലത്തിലെ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ്. And this is the first request that we see in this entire prayer. ഈ മുഴുവൻ പ്രാർത്ഥനയിൽ ആദ്യമായിട്ട് കാണുന്ന അഭ്യർത്ഥന ഇതാണ്. If you look into the entire verses, from verse 6 to verse 31, 26 verses, there is not one petition, not one give us, not one help us, not one deliver us. These verses were remembering who God is, what He has done, what they have done, and here we have one verse asking something to God. 6:31 വാക്യങ്ങൾ ഒരിക്കൽ പോലും നാം ഇങ്ങനെ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഈ 32 വാക്യത്തിലാണ് ആദ്യമായിട്ട് ഒരു അഭ്യർത്ഥന അവർ ഈ പ്രാർത്ഥനയിൽ നടത്തുന്നത്. Yes. So, 6 or 7 minutes of praise and confession before a single request leaves their lips. 6-7 മിനിറ്റിനോളം അവർ ആരാധിക്കുകയും അവർ ഏറ്റുപറയുകയും ചെയ്തു. അതിനുശേഷമാണ് ആദ്യമായിട്ട് ഒരു അഭ്യർത്ഥന അവർ നടത്തുന്നത്. Now, let's be honest about our praying. Usually isn't it in the opposite way? നമ്മളുടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ഇതിന് വിരുദ്ധമായിട്ടാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. We usually give God one sentence of remembering, and then 26 of requesting, where we compress our thanks and thinking of God, just saying, God, you are great, and thank you, God, for this day, and straight go to the list that we have prepared. നാം സാധാരണ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വാചകത്തിൽ ദൈവത്തെ ഓർക്കുകയും നാം ഉടനെ തന്നെ നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടികയിലേക്ക് നാം തിരികെയും ചെയ്യുന്ന ആളായിരുന്ന പതിവാണ് നമുക്കുള്ളത്. Now it is not that we should not bring these things to God. God is a God who cares us. We can bring our matters to Him. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിൽ കൊണ്ടുവരരുത് എന്നല്ല അതിന്റെ അർത്ഥം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. But when remembering shrinks and it is more of asking that happens, mostly our prayer becomes more like a shopping list that is addressed to heaven. എന്നാൽ ദൈവത്തിന്റെ ഓർമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകൾ വളരെ ചുരുക്കമായിട്ട് തീരുകയും നമ്മുടെ പട്ടിക ഏറ്റവും വലുതായിട്ടും തീരുന്ന സമയത്ത് നാം എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പട്ടിക ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മുടെ പ്രാർത്ഥനയായിട്ട് തീരുന്നത്. Now, this is something I say we should also teach our children in a very young age. നമ്മുടെ മക്കളെയും ചെറുപ്രായത്തിലെ അഭ്യസിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. I had said this in the church before, where my dad used to correct us in regard of the small prayers we used to make when we were kids. ഞാൻ നമ്മളുടെ അസംബ്ലി ഒരിക്കൽ പറയുണ്ടായി, എന്റെ പിതാവ് ചെറുപ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളെ അതിലെ തെറ്റിദ്ധരുത്തി ഉണ്ടായി. He said you should not do this kne prayers, anigrahikane prayers. It is good, but you should. It's a prayer where we praise God. We also confess, and then the list is more that comes in the end. നിങ്ങളിങ്ങനെ കണേ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കണേ എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പ്രാർത്ഥിക്കരുത്. പ്രത്യുത ദൈവത്തെ ഓർക്കുകയും അതിനായിട്ട് സമയം ചെലവഴിക്കുകയും വേണം എന്ന് ഞങ്ങളെ ഓർപ്പിക്കാറുണ്ട്. And there is no harm in teaching our kids a model prayer and these aspects in their young age itself. കുഞ്ഞുങ്ങളെ ബാല്യപ്രായത്തിൽ തന്നെ ഈ പാഠങ്ങളെ പഠിപ്പിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്.
So the Levites, they immerse themselves into who God is, what He has done, until the As King came out in a very humble and very right-sized manner. അപ്പോൾ ഈ ലേവിയുടെ പ്രാർത്ഥനയിൽ ദൈവം ആരാണ് എന്നുള്ളതോർത്ത് അവനെ ആരാധിക്കുന്നതിലും വന്ദിക്കുന്നതിലും ഏറ്റുപറയുന്നതിലും വളരെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിലും വളരെ സമയം ചെലവഴിച്ച് അതിന് ശേഷമാണ് അവരുടെ കാര്യങ്ങൾ നടത്തിക്കുന്നത് വളരെ ഭവ്യതയോടുകൂടി. Yeah. And now look at how they address him. എങ്ങനെയാണ് അവർ അവനെ അഭിസംബോധന ചെയ്ത് നോക്കുക. Our God, the great, the mighty, and the awesome God who keeps covenant and steadfast love. ആകയാൽ ദൈവമേ, നിയമവും കൃപയും പാലിക്കുന്നവനും വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ. It is not a matter of decoration, just to as the way people would address kings without meaning what they would say. ഇതൊരു അലങ്കാരികമായിട്ടുള്ള വചനമായിട്ടല്ല. സാധാരണ എന്തെങ്കിലും രാജാക്കന്മാരെ മറ്റും കാണുവാനായിട്ട് പോകുന്ന സമയത്ത് അവരോടുള്ള ആദരവ് പോലെ ശബ്ദിക്കുന്ന ഒരു പദങ്ങൾ പോലെ അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. I had been to a couple of weddings in Kerala. Most of us would have been. നമ്മൾ മിക്കവാറും പേര് പല വിവാഹങ്ങൾക്ക് നാട്ടിൽ പോയി കാണും. So last weddings, me and my cousin brother, when we were sitting with each other, we just took the duration of all the prayers and the message and realized that it takes more time for the entire prayers than the message and the wedding ceremony in most of the typical Kerala brethren assemblies. And these prayers are more lengthy than the same prayer that these people pray in their churches and the homes. ഞങ്ങളും എൻ്റെ കസിനും ശ്രദ്ധിക്കുകയുണ്ടായി. ആകെ കൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ച സമയം അവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നതിനും മറ്റു ശുശ്രൂഷകളുമായിട്ട് ചെലവഴിച്ച സമയത്തിലും വളരെ അധികമായിരുന്നു എന്ന് നോട്ടീസ് ചെയ്യുകയുണ്ടായി. തന്നെയുമല്ല, ഈ നിലയിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ മറ്റോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ നിലയിൽ സമയം ചെലവഴിക്കുന്നതായിട്ടുള്ള പതിവ് അവർക്കില്ല. Now, maybe I'm not judging that they're doing it intentional, but many a times the prayer should not be a Bible class or a lesson, and should be into the content and matter where the prayer is being asked in the circumstance and context that you are. ഞാൻ അവരെ വിധിക്കുവാനായിട്ട് ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത ഒരു പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അതിന്റെ വാചാലതയും അല്ലെങ്കിൽ അത് ദൈവവചനം പഠിപ്പിക്കുന്നതായിരിക്കുന്ന അവസരവുമായിട്ടല്ല ഇരിക്കുന്നത്. പ്രത്യുത ആ സന്ദർഭത്തിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഭവ്യതയോടെ ഉണർത്തുവാനായിട്ടുള്ളതായിരിക്കുന്ന സന്ദർഭമാണ്. Now this word, coming back to our scripture, the great, the mighty, and awesome God, where have we heard it before? ഇവിടെ നാം കാണുന്ന പ്രയോഗം വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ, ഈ ശബ്ദം എന്നുള്ളതിന് മുമ്പ് എപ്പോഴാണ് കേട്ടിട്ടുള്ളത്? Chapter 1 verse 4 and 5. ഒന്നാം അധ്യായത്തിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ. As soon as I heard these words, I sat down and wept and mourned for days, and I continued fasting and praying before the God of heaven. And I said, O Lord, God of heaven, the great and awesome God who keeps covenant and steadfast love with those who love him and keep his commandments. 4ഉം 5ഉം വാക്യങ്ങൾ. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞിരുന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്നെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് നാം വായിക്കുന്നു. When Nehemiah heard in Susa that the walls were broken and gates burned, he sat down and wept and fasted, and this is the same way in how he began his prayer. ശൂഷനിൽ വെച്ച് നെഹമ്യാവിന് ഈ വാർത്ത ലഭിച്ച സമയത്ത് ഇങ്ങനെ അവിടെ മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടുമിരിക്കുന്ന കാര്യം അറിഞ്ഞ സമയത്ത് താൻ മനോവ്യസനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. The same phrase. ഇതേ പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് താൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. And we see this phrase coming actually from Moses in Deuteronomy 7:9, and Daniel prays it in Babylon in Daniel 9:4. ഇതേ പ്രയോഗം തന്നെ ആവർത്തന പുസ്തകം 7:9 മോശയും ദാനിയേൽ 9:4 ദാനിയേലും പ്രയോഗിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. It's the ancient family language of God's covenant people.
ഇത് പുരാതനമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തതായിട്ടുള്ള ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നതായിരുന്ന ഒരു പ്രയോഗമാണ്. No, but see what has happened between chapter 1 and chapter 9. എന്നാൽ 1-9 അധ്യായങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക. What one man prayed alone in a foreign place, now a whole nation together is praying in Jerusalem. ഒരു മനുഷ്യൻ തനിയെ ഒരു പരദേശത്ത് നിന്ന് പ്രാർത്ഥിച്ചു, എന്നാൽ ഇപ്പോൾ അവർ ഒരു ജനക്കൂട്ടമായിട്ട് അവർ ഒരുമിച്ച് ഈ കാര്യം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. The true revival did not begin in a crowd, it began in one heart which was broken over the ruin of God's people. വാസ്തവത്തിലുള്ള ഉണർവ് ആരംഭിച്ചത് ഒരു സമൂഹത്തിന്റെ മധ്യത്തിലല്ല, പ്രത്യുത ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ്, തകർക്കപ്പെട്ടതായിട്ടുള്ള ഹൃദയത്തിൽ നിന്നാണ് അത് ആരംഭിച്ചത്. Now they are saying, what the great, the mighty and awesome God who keeps covenant and steadfast love. Why is steadfast love kept together, along with covenant? നാം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവിടെ verse 32. Yeah, so same in there. ഓക്കെ. 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വലിയവനും ബലവാനും ഭയങ്കരനുമായി ഞങ്ങളുടെ ദൈവമേ, നിയമവും കൃപയും പാലിക്കുന്നവനായി ഞങ്ങളുടെ ദൈവമേ, നീ സ്നേഹിക്കുന്നവനാണെന്ന് പിന്നെ വായിക്കുന്നുണ്ട് നമ്മൾ. Now they are appealing to the covenant. അവർ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് അവർ അപേക്ഷിക്കുന്നത്. But they know that in the last 30 verses they have broken every aspect of it. എന്നാൽ അവർക്കറിയാം കഴിഞ്ഞ വാക്യങ്ങളിലെല്ലാം അവർ ഈ നിയമത്തെ ഉടമ്പടിയെ ലംഘിച്ചവരാണ് എന്ന് അവർക്കറിയാം. Yeah, whatever aspect that God expected them to fulfill, they had broken it. ദൈവം അവരെ കുറിച്ച് എന്തെല്ലാം ചെയ്യുവാൻ പ്രതീക്ഷിച്ചു അതെല്ലാം അവർ ലംഘിച്ചു. So there is no ground for them to claim the covenant of God. അതുകൊണ്ട് ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ നിന്ന് അവകാശപ്പെടുവാനായിട്ട് അവർക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. And that's why they add and steadfast love. അതുകൊണ്ടാണ് സ്നേഹിക്കുന്നവനെന്ന് അവനെ കുറിച്ച് പറയുന്നത്. The old Bible commentators, scholars saw it clearly, and they said they add mercy because the covenant by itself gave them no claim at all to claim the promises of God's covenant. ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും അവകാശപ്പെടുവാൻ അവർക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് കരുണയെ കുറിച്ച് അവർ പ്രതിപാദിക്കുന്നത് എന്ന് വേദപണ്ഡിതാക്കൾ പറയുണ്ടായി. So they have run past the contract, and the only thing that they can take hold of is God's never changing character, his steadfast love, his mercy and grace. That's what we even see in verse 31. You are a gracious and merciful God. അവരുടെ ഉടമ്പടി ലംഘിച്ചത് മുഖാന്തരം അവർക്ക് യാതൊരു യോഗ്യതയുമില്ല ദൈവത്തിൽ നിന്നൊരു നന്മയും പ്രാപിക്കുവാനായിട്ട്. എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായിരിക്കുന്ന കരുണയും സ്നേഹവും കൃപയും എല്ലാം അവർക്ക് ലഭ്യമാകും എന്നുള്ളത് കൊണ്ടാണ് അവർ 31-ാം വാക്യത്തിൽ മഹാകരുണയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, കൃപയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. And then at last the request, and it's what we were not expecting, but they're saying, let not all the hardship seem little to you. അതിനുശേഷം അവസാന ഭാഗത്ത് അവരുടെ അപേക്ഷ കാണുകയാണ്, സർവ്വജനത്തിൽ നേരിട്ട കഷ്ടങ്ങളൊക്കെ നിനക്ക് ലഘുവായി തോന്നരുതേ. No, they did not ask him to take the hardship away. ഈ കഷ്ടങ്ങൾ മാറ്റുവാനായിട്ടല്ല ഇവിടെ ആവശ്യപ്പെടുന്നത്. They are not asking God, please explain us what this hardship is. ഈ കഷ്ടതയുടെ പശ്ചാത്തലം ഞങ്ങൾക്ക് വിരിച്ചു തരണം എന്നല്ല അവർ പറയുന്നത്. They are not asking to punish the Persians. പാഴ്സി രാജാക്കന്മാരെയും ജനത്തെയും ശിക്ഷിക്കണമെന്നല്ല അവർ അപേക്ഷിക്കുന്നത്. They are asking just one thing: do not let it seem small in your eyes. Lord, look into it. Lord, weight it. Please regard it. That is their request that they are having here. ദൈവം അവരോട് അപേക്ഷിക്കുന്നത് ഇത് ലഘുവായിട്ട് തോന്നരുത്, അത് ഗൗരവമായിട്ടുള്ളതാണ് എന്നുള്ളത് നീ പരിഗണിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. See, there is no harm for us also to bring matters to God in the same manner. ഇതേ നിലയിൽ കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നതിൽ നാമും കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റുമില്ല. And Lord, I'm not going to tell you what to do about it, but Lord, please look into it. Don't consider, or look that it's a small matter. ദൈവമേ,
നീ ഇതൊരു ലഘുവായിട്ടുള്ള കാര്യമായിട്ട് വിചാരിക്കരുത്. ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഈ വിഷയം അത് വളരെ കഠിനവും ഗൗരവമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ ആവശ്യപ്പെടാവുന്നതാണ്. Yeah, in Psalms 56:8, we can see that our God is a God who doesn't consider things like that. He counts our tossing and puts our tears in his bottle. സങ്കീർത്തനം 56-ന്റെ So 56 verse 8. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ കണ്ണുനീരിനെ താൻ കുപ്പിയിൽ സൂക്ഷിക്കുന്നവനാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. Yes, and in Isaiah 63 verse 9, he was afflicted in all their afflictions he was afflicted. നാം യെശയ്യാ പ്രവചനം 63-ന്റെ 19 വായിക്കുന്നുണ്ട്, എല്ലാ കഷ്ടത്തിലും അവൻ കഷ്ടപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. 63:9. 9-ാം വാക്യത്തില് he does not despise the weight of the sorrows, even if how small it might matter for us. അവരുടെ കഷ്ടത്തിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. നമ്മളുടെ കഷ്ടങ്ങളൊന്നും അത് ലഘുവായിട്ട് വിചാരിക്കുന്നവനല്ല ദൈവം. And see how wide they spread their hardship, upon us, upon our kings, our princes, our priests, our prophets, our fathers, and all your people since the time of the king of Assyria until this day. അവരുടെ ആ കഷ്ടത എത്രയ്ക്ക് വിശാലമായിരുന്നു എന്നിവിടെ പ്രതിപാദിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും ഞങ്ങളുടെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും നിന്റെ സർവ്വജനത്തിനും നേരിട്ട കഷ്ടങ്ങൾ എന്നാണ് അവർ പ്രതിപാദിക്കുന്നത്. From the days of Assyria, that is 722 BC, when Samaria fell. അശൂർ രാജാക്കന്റെ കാലന്മാരുടെ കാലം മുതൽ അത് 722 BC ആരംഭിച്ചതാണ്. And down to the day they were standing about 444 BC. ഇപ്പോൾ അവരൊക്കെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് 444 BC-യിലാണ്. അത്രത്തോളം വർഷങ്ങൾ അവർ ഈ വിധമായിട്ടുള്ള കഷ്ടതയിലൂടെ കടന്നു പോയിരിക്കുന്നു. Yes, and now we see the honest verdict again in verse 33. 33-ാം വാക്യത്തിൽ ന്യായമായിട്ടുള്ളതായിരിക്കുന്ന വിധി എന്തായിരിക്കണം എന്നവർ പ്രതിപാദിക്കുകയാണ്. Yet you have been righteous in all that has come upon us, for you have dwelt faithfully and we have acted wickedly. എന്നാൽ ഞങ്ങൾക്ക് ഭവിച്ചതിലൊക്കെയും നീ നീതിമാൻ തന്നെ, നീ വിശ്വസ്തത കാണിച്ചിരിക്കുന്നു, ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. If you want one verse that teaches just one second. Sorry, yeah. If you have one verse that teaches what actual confession is, this is the key verse to take home with you today. വാസ്തവത്തിലുള്ള ഏറ്റുപറച്ചിൽ എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു വാക്യം നമ്മളുടെ മനസ്സിൽ കൊണ്ടാൽ മതി. I would put this as columns or pillars of a true confession. വാസ്തവത്തിലുള്ളതായിരിക്കുന്ന ഏറ്റുപറച്ചിലിന്റെ 2 തൂണുകളായിട്ട് ഞാൻ ഇത് പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. There is only 2 columns and not a third, and usually we have a third column in our confessions, and that's why our confessions are not genuine and we don't see a change in our lives. വാസ്തവത്തിൽ 2 തൂണുകൾ മാത്രമേ ഏറ്റുപറച്ചിലിനുള്ള ബന്ധത്തിലുള്ളൂ. സാധാരണ നമ്മൾക്ക് മൂന്നാമതൊന്നും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഏറ്റുപറച്ചിൽ വാസ്തവത്തിലുള്ള ഏറ്റുപറച്ചിലായി തീരാത്തത്. Yes. So the first is, you righteous, your God, you are faithful. ഒന്നാമതായിട്ട് നീ നീതിമാനും നീ വിശ്വസ്തനുമാണ്. And second is, we are wicked. രണ്ടാമതായിട്ട് ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. That is the whole accounting in this confession. ഈ ഏറ്റുപറച്ചിലിന്റെ പൂർണ്ണമായിട്ടുള്ള കണക്കാണ് ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. There is no third column for circumstances. മൂന്നാമത്തെ ഒരു തൂണ് അത് എന്താണ് സാഹചര്യം എന്ന് വിവരിക്കുന്നതായിട്ട് ഇല്ല. No column saying times were difficult, the enemies were strong. അല്ലെങ്കിൽ ശത്രു വളരെ ശക്തിയുള്ളവനായിരുന്നു, ഞങ്ങളുടെ പശ്ചാത്തലം വളരെ കഠിനമായിട്ടുള്ളതായിരുന്നു എന്നൊന്നും വിവരിക്കുന്നതായിട്ടുള്ള ഒന്നില്ല. No column blaming their fathers for their wickedness. അവരുടെ പിതാക്കന്മാർ ചെയ്ത ദുഷ്ടതയ്ക്ക് അവരെ കുറ്റം പറയുന്നതായിരിക്കുന്ന ഒരു വിവരണവുമില്ല. It's saying we are wicked. ഞങ്ങളാണ് ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. Oh Lord, you did everything right, we did everything wrong.
നീ എല്ലാം നീതിയായിട്ട് ചെയ്തു, ഞങ്ങൾ ദോഷം ചെയ്തു എന്നാണ് അവർ പറയുന്നത്. We should understand how hard this is. In the surface, the confession might look very easy even in our lives, and it's a time to retrospect. നാം വളരെ ലഘുവായിട്ട് ചിന്തിക്കുമായിരിക്കും ഇത് വായിക്കുന്ന സമയത്ത്. എന്നാൽ വാസ്തവത്തിൽ നമ്മളുടെ ജീവിതത്തോളം ഇങ്ങനെ നാം അംഗീകരിക്കുക എന്നുള്ളത് എത്ര വൈഷമ്യമേറിയ കാര്യമാണ് എന്ന് നമുക്ക് വാസ്തവത്തിൽ നമ്മെ തന്നെ ശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. It is not hard to say I am sorry. Most of us can say that easily. ഞാൻ ചെയ്തതിൽ ദുഃഖിക്കുന്നു എന്ന് പറയാനായിട്ട് എളുപ്പമാണ്. നമുക്ക് മിക്കവാറും എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ്. You can apologize. നമുക്ക് ക്ഷമ ചോദിക്കാം. Yeah, but it is much harder to say, you would have been entirely right to do worse to us. It's completely my fault, and accepting it. എന്നാൽ അതിനും വളരെ കഠിനമായിട്ടുള്ളതാണ്, നീ എന്നോട് ചെയ്തതെല്ലാം നീ ചെയ്തത് നീതിയായിട്ടും ന്യായമായിട്ടും ചെയ്തു എന്ന് അംഗീകരിക്കുക എന്നുള്ളത് അതിലും കഠിനമായിട്ടുള്ള. If you look at the 3 centuries of invasion, deportation, burned temples, and foreign occupation, ഈ 3 നൂറ്റാണ്ടുകളായിട്ട് അവർക്ക് ഉണ്ടായതായിട്ടുള്ള പരദേശികളുടെ അധികാരവും അതുപോലെ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ കാര്യങ്ങൾ നാം ചിന്തിക്കുന്ന സമയത്ത്, their verdict is God is righteous, He is faithful. Not one thing that you did was unjust, or you could have been more softer or understood our circumstances. Not such a statement is seen anywhere. അവരുടെ പ്രസ്താവന പറയുന്നത് നീ ചെയ്തത് നീതിയായിരുന്നു, ന്യായമായിരുന്നു, ഒരു സംഭവം പോലും നീ അങ്ങനെ ചെയ്യരുതായിരുന്നു, അല്ലെങ്കിൽ അല്പം ലഘുവായ നിലയിൽ മാർദ്ദവമായിട്ടുള്ള നിലയിൽ ഇടപെടേണ്ടതായിരുന്നു എന്ന് പറയുന്നതായിട്ട് യാതൊരു ലാഞ്ചന പോലും അവരുടെ പ്രസ്താവനയിൽ. The old Bible scholars have a name for this. They call it the doxology of judgment. വേദശാസ്ത്രജ്ഞന്മാർ ഈ പ്രസ്താവനയെ കുറിച്ച് പറയുന്നത് ഇത് ന്യായവിധിയുടെ ആശീർവാദം എന്നാണ്. Praising God in the very act of accepting His sentence. അവന്റെ നീതിയെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുക. When accepting God's judgment and sentence, we can just read Daniel 9:7. നമുക്ക് ദാനിയേലിന്റെ പ്രവചനം 9:7 നമുക്ക് വായിക്കാം. കർത്താവേ, നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങളോ ഇന്നുള്ളതുപോലെ ലജ്ജയത്രേ, നിന്നോട് ദ്രോഹിച്ചിരിക്കുന്നു. That's fine, and the remaining verses also would connect. And Ezra also praised this in Ezra 9:13. When he puts the whole thing in this perspective, you, our God, have punished us less than our iniquities deserved. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായത്തിലും ഇതിന് സമാന്തരമായ പ്രസ്താവന കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ താൻ ചെയ്തതിനെല്ലാം പുകഴ്ത്തുകയും കുറ്റങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന പ്രസ്താവന. And this is the sentence where most of our confession actually never reaches. പലപ്പോഴും നമ്മളുടെ ഏറ്റുപറച്ചിൽ ഈ വരി വരെ എത്താറില്ല. We admit the sin. നാം പാപങ്ങളെ നാം സമ്മതിക്കും. But we keep a quiet argument running with God in our heads, or when we pray about the consequences. Yes, Lord, I was wrong, but did it have to cost this much in my life? നാം പലപ്പോഴും ഞാൻ ചെയ്തത് തെറ്റായി എന്ന് അംഗീകരിക്കുന്നു, എന്നാൽ ഇത്രയൊക്കെ ദോഷം എനിക്ക് ഭവിക്കാമായിരുന്നോ എന്നുള്ള നിലയിൽ നമ്മളുടെ മനസ്സിൽ ചില ന്യായങ്ങളെ നാം വെച്ചിരിപ്പുലർന്ന് കാണുവാനായിട്ട് സാധിക്കും. And it also is a confession where it's actually more of a debate, where the sin itself that we committed, we are debating it with God rather than accepting our sinful stand and confessing in the manner we just saw. നാം ഇവിടെ കാണുന്ന നിലവാരത്തിന്റെ ഏറ്റുപറച്ചിലല്ല, പ്രത്യുത ദൈവമായിട്ട് നാം അറിയാതെ തന്നെ ഒരു വാദഗതിയിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന സംഗതി അവസ്ഥയാണ് നാം പലപ്പോഴും നാം ദർശിക്കുന്നത്. See, the most important qualification of God's mercy and grace
ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായിട്ടുള്ളതായിരിക്കുന്ന യോഗ്യത എന്നുള്ളത് is to stop defending yourself before God, and putting a case before Him. That never lets God give His grace and mercy to forgive you. ദൈവം മുമ്പാകെ നമ്മൾക്കുള്ളതായിരിക്കുന്ന എല്ലാ ന്യായീകരണവും അത് അടിയറ വെച്ച് അത് നിന്നും പിന്മാറുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കരുണയും കൃപയും അനുഭവമുള്ള ഏക മാർഗം. As long as I am partly innocent, if you claim and feel so, then God is only going to be partly fair the way He deals. It's not God's character, but that's how we perceive, and we are not getting a true confession before God to receive His grace and mercy. ഞാൻ ഒരു പരിധി വരെ ഞാൻ നിഷ്കളങ്കനായിരുന്നു എന്ന് നാം പറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഞാൻ ഒരു പരിധി വരെ നിന്നോടും ഞാൻ നല്ലവനായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രതികരണം. Only when you accept I'm wholly guilty, is where you can receive God's complete mercy, and God delights. That's what we saw here, to give that mercy and grace even in the Old Testament, and much more as we see in the New Testament. 100% ഞാൻ തെറ്റാണ് എന്ന് ദൈവം മുമ്പാകെ നാം പറയുവാനുള്ളതായിരിക്കുന്ന ഏറ്റുപറയാനുള്ള മനസ്സുണ്ടാകുന്ന സമയത്താണ് ദൈവം നമ്മോട് ക്ഷമിക്കുകയും ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. Now we see from verse 34 to 35 the full indictment that they are stating. 34-35 വാക്യങ്ങൾ അവർ പ്രസ്താവിക്കുന്നതായിട്ടുള്ള ഈ പരിഹാരങ്ങൾ കാണുവാൻ സാധിക്കും. Our kings, our princesses, our priests and our fathers have not kept your law. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടന്നിട്ടില്ല. Now, yes, we brethren take great pride in what our forefathers have shown us as examples, and what our grandfathers and our own fathers have done great things and great examples in their lives that they have lived for the Lord. നാം പലപ്പോഴും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കർത്താവിന്റെ നാമത്തിൽ അനുഭവിച്ചു വന്ന കഷ്ടങ്ങളെ കുറിച്ചും അവരുടെ ത്യാഗങ്ങളെ കുറിച്ചും നാം പലപ്പോഴും അഭിമാനം കൊള്ളുന്നവരാണ്. And its majority of that is true, and that's what still, as we last week meditated, that is the continuation of the goodness that we are now still enjoying. അത് വാസ്തവമാണ്, അതിന്റെ നന്മയാണ് പലപ്പോഴും ഈ നാളുകളിലും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. But there are indeed, personally, as individuals, that where we know the shortcomings that our fathers and our forefathers and churches had, and not, instead of justifying it, if it is not as per the word of God, to accept and acknowledge and not to continue those sins and not to justify those shortcomings, is a responsibility that we need to have and carry forward to our children. എന്നാൽ നാം നമ്മുടെ പൂർവ്വകാലങ്ങളെ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ തട്ടിച്ചു നോക്കുന്ന സമയത്ത് വന്നുപോയിട്ടുള്ളതായിരിക്കുന്ന തെറ്റുകളെ ന്യായീകരിക്കാതെ, അത് നമ്മൾ പിതാക്കന്മാർ ചെയ്തതായിരുന്ന തെറ്റുകളായിരുന്നാലും സഭയായിട്ട് ചെയ്ത തെറ്റുകളായിരുന്നു കഴിഞ്ഞാലും മറ്റ് ഏന്നുള്ള തെറ്റുകളായിരുന്നു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാതെ അത് പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് സമ്മതിച്ച് അത് വരുവാനുള്ള തലമുറയ്ക്ക് അത് ഒരു മാർഗനിർദ്ദേശമായിരിക്കത്തക്കവണ്ണം നാം പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. So now coming back, in 32 we see the list of the ones who suffered, kings for our fathers. 32-ാം വാക്യത്തിൽ രാജാക്കന്മാർ മുതൽ ഞങ്ങളുടെ പിതാക്കന്മാർ വരെ കഷ്ടമനുഭവിച്ചവരുടെ വിവരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 34, the same list of all who sinned, our kings to our fathers. 34-ാം വാക്യത്തിൽ അതേ പട്ടിക തന്നെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, രാജാക്കന്മാർ മുതൽ പിതാക്കന്മാർ വരെയുള്ളവർ ആരും അനുസരിച്ചിട്ടില്ല. They are the people who bore the suffering, are the people who committed the sin. ഈ അനുസരണക്കേട് കാണിച്ചവരാണ് കഷ്ടത അനുഭവിച്ചത്. They are not saying, we suffered and somebody else was to blame. ഞങ്ങൾ കഷ്ടത അനുഭവിച്ചു, അതിനുള്ള കാരണക്കാർ മറ്റാരെങ്കിലുമാണ് എന്നല്ല അവർ പറയുന്നത്. They are saying the sufferers and sinners are one and the same, and the list starts at the top. അവർ പറയുന്നത് പാപം ചെയ്തവരും കഷ്ടം അനുഭവിച്ചവരും അവർ തന്നെയാണ് എന്ന ഒരേ ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. Many times when suffering comes in our lives, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്ന സമയത്ത്, in our families, നമ്മുടെ കുടുംബങ്ങളിൽ,
we always look what is the circumstance, since when we went to this church, or since when I started interacting with this person, my job, people outside us, what caused this to happen in our lives. ഏത് പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിച്ചത്, ഞാൻ എന്ന് ഈ വ്യക്തിയുമായിട്ട് ഇടപെടുവാനായിട്ട് തുടങ്ങി, എന്താണ് ഇതിന് കാരണം എന്നുള്ള കാര്യങ്ങൾ അപകരിക്കുന്ന കാണുവാനായിട്ട് From സാധിക്കും. this verse, if there is anything to learn practically, it is to look into our own lives, our own families, and take the accountability and responsibility to understand where the suffering began, if God convicts us that it's something that we need to change in our lives. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മുടെ ജീവിതത്തെ തന്നെ ശോധന ചെയ്യുകയും എവിടെയാണ് നാം തെറ്റിപ്പോയത് എന്നുള്ളത് നാം അതിനെക്കുറിച്ച് ഗ്രഹിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളതാണ്. And again, the possessive pronouns, they are not saying the kings, the prince, the priest. They're saying our kings, our prince, not as if they are strangers. They own them. It's a generation most of them would not have seen. Probably their great grandfathers would have met few of them, but they are saying that, it was theirs and not generations and generations ago. തന്നെയുമല്ല, അവരുടെ കേവലം രാജാക്കന്മാർ പ്രഭുക്കന്മാർ എന്നല്ല പറയുന്നത്. പ്രത്യുത അവരുടെ തന്നെ രാജാക്കന്മാരും പ്രഭുക്കന്മാരുമാണ്, അവരുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളത് അവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് അവരത് പറയുക. And then we see the great goodness of God being mentioned. ദൈവത്തിന്റെ വലിയ നന്മയെ കുറിച്ച് പ്രസ്താവിക്കുന്നത് കാണുവാൻ സാധിക്കും. We had seen the great goodness mentioned in verse 25. 25-ാം വാക്യത്തിൽ ദൈവത്തിന്റെ നന്മയെ കുറിച്ച് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And it was that they were filled and became fat and delighted themselves in your great goodness. അവർ തിന്ന് തൃപ്തിപ്പെട്ട് പുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ സുഖിച്ചുകൊണ്ടിരുന്നു. And now in verse 35, even in their own kingdom, and amid your great goodness that you gave them, and in the large and rich land that you set before them, as we saw in verse 25, they did not serve you or turn from their wicked works. 35-ാം വാക്യത്തിലും 25-ാം വാക്യത്തിലും നാം കാണുന്നത് പോലെ, അവർ തങ്ങളുടെ രാജ്യത്വത്തിലും നീ അവർക്ക് കൊടുത്ത നിന്റെ വലിയ നന്മകളിലും നീ അവർക്ക് അധീനമാക്കി കൊടുത്ത വിശാലതയും പുഷ്ടിയുമുള്ള ദേശത്തിലും നിന്നെ സേവിച്ചിട്ടില്ല. Their own kingdom. അവരുടെ സ്വന്തം രാജ്യത്തിൽ. Independence today, India is celebrating our Independence Day, and they had the full independence and no foreign master. ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ഈ ജനത്തിന് ആ സമയത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അവരുടെ സ്വന്തം രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. The great goodness of God. ദൈവത്തിന്റെ വലിയ നന്മ അവർ അനുഭവിച്ചു. A large and rich land, provision beyond something they could have measured. അവർക്ക് അളക്കുവാൻ പറ്റാത്ത നിലയിൽ അത്രയ്ക്ക് പുഷ്ടിയും വിശാലതയും സമൃദ്ധിയും ഉള്ളതായിരിക്കുന്ന ദേശം. Everything a nation then and now could ask for: freedom, favor, and plentiful. And the verdict of all three that they did is they did not serve and they did not turn. അവർക്ക് എന്തെല്ലാം ചോദിക്കുമായിരുന്നോ അതെല്ലാം അവർക്ക് ലഭിച്ചു. അവർക്ക് സ്വാതന്ത്ര്യവും അവർക്ക് സമൃദ്ധിയും അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു, വിശാലതയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവർ പ്രതികരിച്ചത് ദുഷ്പ്രവൃത്തികൾ ചെയ്തുകൊണ്ടായിരുന്നു. And so that's it. They did not, the two things in the last of verse 35, did not serve or turn from their wicked ways. അവരെ കുറിച്ച് നാം രണ്ട് കാര്യങ്ങൾ വായിക്കുന്നത്: നിന്നെ സേവിച്ചിട്ടില്ല, ദുഷ്പ്രവൃത്തികളെ വിട്ട് തിരിഞ്ഞിട്ടുമില്ല. They did not start doing the right thing, which is what we mean by they did not serve you. നിന്നെ സേവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർ അതിൽ ജാഗരൂകരായിരുന്നില്ല എന്നുള്ളതാണ്. And they did not stop doing wrong, which means they did not turn from their wicked works. തങ്ങളുടെ ദുഷ്പ്രവൃത്തി വിട്ട് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദോഷമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് അവർ മാനസാന്തരപ്പെട്ടില്ല. There is no obedience or true repentance. വാസ്തവത്തിലുള്ള മാനസാന്തരവും അനുസരണവും അവർക്ക് ഉണ്ടായിരുന്നില്ല. A great lesson that from this chapter which we can take home, especially in this generation. Again, if you look through Israel's history and church ages, prosperity has never once produced continued obedience. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നിന്നും സഭാ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാന പാഠം ഇതാണ്: സമൃദ്ധി ഒരിക്കലും
അത് നന്മയിലേക്കും അത് പുരോഗതിയിലേക്കും നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. For Israel, not under the judges' rule, not under the kings, and even in the church age, if you look at the early church and history, and even 50 to 100 years ago, it was in adversity, in difficulties, that the church grew the most, and it was during the seasons of comfort, and as we heard last week, during rest, where people fall into sin and complacent, lukewarm life. നാം ഇസ്രായേലിൽ ഇരുന്ന് നോക്കുകയാണെങ്കിൽ ന്യായാധിപന്മാരുടെ കാലത്തും അതുപോലെ രാജാക്കന്മാരുടെ കാലത്തും സഭാചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആരംഭകാലങ്ങളിലെല്ലാം 50 or 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇരുന്ന് നോക്കിയാൽ ആ സമയത്തും എല്ലാം നാം കാണുന്നായിരുന്ന കാര്യം, സമൃദ്ധിയും വിശ്രമവും ഉള്ള സമയത്ത് വാസ്തവത്തിലുള്ളതായിരിക്കുന്ന ആത്മീയമായിട്ടുള്ളതായിരുന്ന പുരോഗതിയും സമർപ്പണവും ഇല്ലാതിരിക്കുകയും, എന്നാൽ കഷ്ടതയും പ്രതികൂലവും ഉള്ള സമയത്ത് വാസ്തവത്തിൽ ഉണർവും സമർപ്പണവും ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ്. If a full table and prosperity could sanctify a man, Israel would have been the holiest nation on earth even now. വാസ്തവത്തിലുള്ള സമ്പൽ സമൃദ്ധിക്ക് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഇസ്രായേൽ ജാതി ആയിരുന്നതിനെ അതിനുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവ്. We often see abundance as a mark of God's blessing. നാം പലപ്പോഴും സമ്പൽ സമൃദ്ധി ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായിട്ടാണ് കാണുന്നത്. Yes, in one way it's true. Many of his covenants do promise that. ഒരു അർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം ദൈവത്തിന്റെ പല വാഗ്ദത്തങ്ങളും ആ നിലയിൽ അന്വർത്ഥമാണ്. But God never guarantees abundance as a source for being obedient to God in return. എന്നാൽ ദൈവത്തോട് അനുസരണത്തിൽ ജീവിക്കുന്ന പ്രതിഫലമായിട്ട് സമൃദ്ധിയെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല. And the time is short, but theologically it's much more straightforward and clear through what Christ taught to what Paul taught in terms of how riches and abundance often become a hindrance to grow closer to God. It is not them having a sin, but the difficulties and what greed and love of money can do. ഇത് സമയം പരിമിതമായതുകൊണ്ട് വിവരിക്കാൻ സമയമില്ല. എന്നാൽ യേശു കർത്താവും അപ്പോസ്തലനായ പൗലോസും തങ്ങളുടെ പ്രസംഗങ്ങളിലും തങ്ങളുടെ എഴുത്തുകളിലും വെളിപ്പാക്കിയതായിരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏത് നിലയിൽ സാമ്പത്തിക സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും അത് ദോഷത്തിനുള്ള മൂല കാരണമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Yes, now we read 36 and 37. 36-37 വാക്യങ്ങൾ വായിക്കാം. Behold, we are slaves this day in the land that you gave to our fathers to enjoy its fruit and its good gifts. Behold, we are slaves. ഇതാ ഞങ്ങൾ ഇന്ന് ദാസന്മാർ, നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത ഈ ദേശത്ത് തന്നെ ഇതാ ഞങ്ങൾ ദാസന്മാരായി. The emphasis, the word behold, it appears twice in the verse. The word slave appears twice. Behold, we are slaves. In the land, behold, we are slaves. ഇതാ ഞങ്ങൾ ഇന്ന് ദാസന്മാർ എന്നുള്ള പദം 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുകയാണ്. നീ കൊടുത്തതായിരുന്ന ദേശത്ത് ഞങ്ങൾ ഇപ്പോൾ ദാസന്മാരായിരിക്കാം. A land where they should have never been slaves. ആ ദേശത്ത് ഒരിക്കലും അവർ ദാസന്മാരായിരിക്കാൻ പാടില്ലാത്തതാണ്. It's the language of a man pointing with his finger saying, look at us, look at the tragedy in where we are standing. ഒരു മനുഷ്യൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ വന്നെത്തിയിരിക്കുന്ന ദുരന്തത്തെ നീ ഒന്ന് ദർശിക്കുക. They are not slaves in Egypt. അവർ മിസ്രൈമിലല്ല അടിമകളായി തീർന്നിരിക്കുന്നത്. They are not slaves in Babylon. അവർ ബാബിലോണിലല്ല അടിമകളായി തീർന്നിരിക്കുന്നത്. They are slaves in the land, in the very land God gave their fathers to enjoy its fruit and its good gifts. ദൈവമാർക്ക് ആ ദേശത്തെ ഫലം അനുഭവിക്കുവാനായിട്ട് അവകാശമായി കൊടുത്തതായിരിക്കുന്ന അതേ ദേശത്ത് അവർ ഇപ്പോൾ അടിമകളായി തീർന്നിരിക്കുന്നു. We are seeing a reversal from verse 25. 25-ാം വാക്യത്തിന്റെ ഒരു വൈരുദ്ധ്യമാണ് നാം ഇവിടെ ഈ വാക്യത്തിൽ നാം കാണുന്നത്. Last week we thought about this. Now they ate fruit of the land they had never labored, and now in verse 37, its rich yield goes to the king whom you have set over us. കഴിഞ്ഞ ആഴ്ച നാം ഓർക്കുകയുണ്ടായി, അവർ ഇല്ലാത്തതായിരിക്കുന്ന ദേശവും അവിടുത്തെ ഫലവും വിടകളും എല്ലാം ലഭിച്ചതായിട്ട്. എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് അവർ അധ്വാനിക്കുന്നതിന്റെ ഫലമെല്ലാം മറ്റൊരു രാജാവ് അത് അവകാശപ്പെടുന്നതായിട്ടും അവൻ ലഭിക്കുന്നതുമായിട്ടാണ്. They labor and foreigners are eating. അവർ അധ്വാനിക്കുന്നു, എന്നാൽ അതിന്റെ ഫലം ഭക്ഷിക്കുന്നത് പരദേശികളായിട്ടുള്ള രാജാക്കന്മാർ. The wheel has turned opposite. What was given as a gift is now taken as a tribute.
അവർക്ക് ദാനമായിട്ട് ലഭിച്ചതായത് ഇപ്പോൾ അത് അത് മറ്റൊരു രാജ്യത്തിന് ഔദാര്യമായിട്ട് കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. And see a theology in middle of this request prayer. The king whom you had set over us because of our sins. ഇവിടെ ഒരു ഉപദേശപരമായിട്ടുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നീ ഞങ്ങളുടെ മേലാക്കിയിരിക്കുന്ന രാജാക്കന്മാർ. Yes, they are recognizing that it's not that the Persians conquered them. They are saying that God had appointed them, and even the empire that taxed them, it is under the hand of God. അവര് പാഴ്സി രാജാക്കന്മാര് അധികാരം നടത്തും എന്നുള്ളതല്ല പറയുന്നത്. പ്രസ്തുത ഈ രാജാക്കന്മാരെ ദൈവമാണ് അവരുടെ മുകളിൽ അധികാരികളായിട്ട് നിയമിച്ചത് എന്നാണ് അവര് പറയുന്നത്. It is much true even now also. ഇന്നും അത് അന്വർത്ഥമായിട്ടുള്ള കാര്യമാണ്. Any political party or governance that we have is not overriding the will of God. God has an intent and plan in whichever government and ruling authority should be over us. ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അധികാരം നടത്തുന്നവരോ അങ്ങനെയായി ചെയ്യുന്നതിൽ ദൈവത്തിന്റെ അനുവാദം കൂടാതെയല്ല അവർ ചിന്തിക്കുന്നത്, ദൈവമാണ് അവരെ നിയമിച്ചിട്ടുള്ളത്. And we see in verse 37, in the end, they rule our bodies and our livestock as they please, and we are in great distress. 37 വായിക്കുന്നു, ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലിന്മേലും അധികാരം നടത്തുന്നു, ഞങ്ങൾ വലിയ കഷ്ടത്തിലുമായിരിക്കുന്നു. The word great is now being focused into them, that we are now in great distress. വലിയ എന്നുള്ള പദം അവിടെ ഇപ്പോഴ് ഊന്നി പറയുന്നത് ഞങ്ങൾ വലിയ കഷ്ടത്തിലായിരിക്കുന്നു. We saw God's great kindness. അവർ ദൈവത്തിന്റെ മഹാകരുണയെ കുറിച്ച് നാം കാണുകയുണ്ടായി. His great goodness. അവന്റെ വലിയ നന്മയെ കുറിച്ച് കാണുകയുണ്ടായി. His great mercies. അവന്റെ വലിയ കരുണയെ കുറിച്ച്. And when they answered it with provocation and disobedience, now they are in great distress. അവർ മഹാകോപഹേതുക്കൾ ആ സമയത്ത് ഉണ്ടാക്കിയത് മുഖാന്തരം ഇപ്പോൾ അവർ വലിയ കഷ്ടത്തിലായിരിക്കുകയാണ്. The great goodness of God rejected always puts us into great distress. ദൈവത്തിന്റെ വലിയ നന്മയെ ഉപേക്ഷിക്കുന്ന സമയത്ത് അത് നമ്മെ വലിയ കഷ്ടത്തിലാക്കി കളയും. And then we see how what verse 36 is so searching. 36 വാക്യത്തിൽ അവർ അന്വേഷിക്കുന്നപ്പോൾ കാണുവാനായിട്ട് സാധിക്കും. Now look at everything the people had that day. ആ സമയത്ത് അവർക്കുണ്ടായിരുന്ന എല്ലാ സംഗതികളെ കുറിച്ച് ഓർത്തു നോക്കുക. The walls were finished. മതിലിന്റെ പണി പൂർത്തിയായി. The gates were hung. അതിന്റെ പടിവാതിൽ വെച്ചു. The enemies have retreated. ശത്രുക്കൾ അവരെ വിട്ടു പോയി. The book, the law is rediscovered and read aloud for hours. ന്യായപ്രമാണം കണ്ടെത്തുകയും അവർ മണിക്കൂറുകൾ അത് വായിക്കുകയും ചെയ്തു. A feast of great joy, and in every visible aspect a restored and revived community. അവര് ഉത്സവം ആചരിക്കുകയും അങ്ങനെ സമൂഹമായിട്ട് അവർ പുനഃസ്ഥാപിക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളെയും. In all aspects, this entire chapter and prayer of that great distress need not have to be even prayed looking at just what had happened, a few days ago. ഇതൊക്കെ നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഓർക്കേണ്ടതായിരിക്കുന്ന കഷ്ടത്തെക്കുറിച്ച് ഓർക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. But they are saying, Lord, we are slaves, we are in great distress. എന്നാൽ അവർ പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ ഞങ്ങൾ ഇപ്പോൾ വലിയ കഷ്ടത്തിലായിരിക്കുന്നു, ഞങ്ങൾ ഇപ്പോൾ ദാസന്മാരാണ്, അടിമകളാണ്. They had every external thing and still they knew that they were not truly free. ബാഹ്യമായിട്ടുള്ള എല്ലാം അവർക്കുണ്ടായിരുന്നു, എന്നാൽ അവർ ഇപ്പോൾ സ്വതന്ത്രരല്ല. And this is something that God is speaking to each one of us as families, as individual, and to the church. ഇത് നമ്മോട് ദൈവം സഭയായിട്ടും കുടുംബമായിട്ടും വ്യക്തികളായിട്ടും നമ്മോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. You would have the buildings, the meetings are running well, attendance is great, programs are full, and people can still live in bondage and not true spiritual freedom, enjoying the fellowship the God intended the way it has to be. നല്ല അസംബ്ലി ഹാളും അതുപോലെ നല്ല അംഗസംഖ്യയും അതുപോലെ നല്ല പരിപാടികളും അതുപോലെ നല്ലതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ഇതൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ടും വിശ്വാസികൾ ബന്ധനത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും.
Many of us, we might have a good work-life balance, but you can have a spiritual life that is not at all close to God, and in your families, things are not restored. Externally, when people look, and we ourselves might certify that things are working well. നാം ബാഹ്യമായിട്ട് നോക്കുന്ന സമയത്ത് എല്ലാം നന്നായിരിക്കും തോന്നാവുന്നതാണ്. എന്നാൽ ആന്തരികമായിട്ട് നമ്മൾക്ക് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വാസ്തവത്തിൽ ഉള്ളതായിരിക്കുന്ന അവസ്ഥ അത് വാസ്തവത്തിൽ ബന്ധനത്തിന് കീഴിലായിരുന്ന അവസ്ഥയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Physical restoration that they had at that moment, yes, there was even spiritual reform, but they still knew that the true repentance and their heart's affirmation back to the covenant has not yet happened. They were able to realize that they have sinned, they are slaves, and they are in great distress. May God enable us to have that conviction looking back into our lives if we are also still in a similar position. ഭൗതികമായിട്ട് അവരുടെ അവസ്ഥ വളരെ മെച്ചമായിട്ടുള്ള നിലയിൽ ഇപ്പോഴായി തീർന്നിട്ടുണ്ട് അവർക്ക്. എന്നാൽ അവരുടെ ആത്മീയമായിട്ടുള്ള നിലയിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ളതായിരിക്കുന്ന യഥാസ്ഥാനത്തിന് വേണ്ടി അവർ പിന്നെയും ആ ഉടമ്പടിയിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടും ആ പുനഃസ്ഥാപനത്തിലേക്ക് വരേണ്ടതും ആവശ്യമാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം അവർക്കുണ്ടായി. It is similar to the prayer we see in the New Testament of the Pharisee and tax collector, where our prayer often not need to be pretending. നാം പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന പുതിയ നിയമത്തിൽ കാണുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന യാതൊരു നിലയിലും ഒരു അഭിനയമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇമ്പകരമായിട്ട് തോന്നേണ്ടതിന്റെ ആവശ്യമില്ല. And I am being open to the ones who are hearing, and even the youths. In your spiritual life, if you are having struggles in your life, slavery is there in terms of sin, bondage is there, distress is there, there is no harm to be open to your family, to your church members, elders, to say that I am in trouble, I am in distress, and I need God's help. And as a church, as individuals, can you help me to get me out of where I am? പാപത്തിലോ മറ്റെന്തെങ്കിലും വൈഷമ്യങ്ങളിലോ നാം അകപ്പെട്ട് കഷ്ടപ്പെടുന്നുവെങ്കിൽ യുവാക്കന്മാരടക്കം എല്ലാവരോടും ഞാൻ പറയുകയാണ്, ആ കാര്യങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അവരുടെ സഹായം തേടുന്നതിൽ, മൂപ്പന്മാരുടെ സഹായം തേടുന്നതിൽ അതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് വാസ്തവമായിട്ടുള്ളതായിരിക്കുന്ന പരിഹാരത്തിലായിരിക്കുന്ന രീതി. The sad reality is the brethren church, I'm looking into my life, and the church and family around us wants us to not show our distress, and a physically restored perfect life, to be imitators of that and not show the true distress that we are in, is what many people often resort to go through. ബ്രദറൻ സഭകൾ കാണുന്നതായിട്ടുള്ള ഒരു രീതി ഞാൻ പറയുകയാണ്. സഭകളുള്ള ബന്ധത്തിലും അതുപോലെ കുടുംബ പശ്ചാത്തലങ്ങളുള്ള ബന്ധത്തിലും നോക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നന്നായി പോകുന്നു എന്ന് പുറമേ ഒരു വീക്ഷണം ലഭിക്കത്തക്കവണ്ണം കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവുള്ളതായിരിക്കുന്ന രീതി. അല്ലാതെ വാസ്തവമായിട്ടുള്ളതായിരിക്കുന്ന അവസ്ഥയെ പ്രകടമാക്കി അതിനൊരു പരിഹാരം തേടുക എന്നുള്ളതല്ല പ്രധാന സഭകളിലായിരിക്കുന്ന ഇപ്പോഴത്തെ രീതി. Yes, so and the time is short. Even a third of the psalms are laments, that we see. നാം 1/3 സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നത് വിലപത്തിൻ്റെതായിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. Our God is not someone who gets embarrassed by the distress that we go through, and he is not someone to protect his reputation if his children are living in sin and are coming back to him in repentance. നമ്മുടെ കഷ്ടതകളെ കുറിച്ച് ദൈവമുമ്പാകെ ഏറ്റു പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് ലജ്ജിതനാകുന്നവനല്ല നമ്മുടെ ദൈവം. പ്രത്യുത നാം നമ്മുടെ കാര്യങ്ങളെ പരമാർത്ഥ ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിൽ അറിയിക്കേണ്ടതും നാം അങ്ങനെ ആയിരിക്കേണ്ടതുമാണ്. And finally, in verse 38, we come to the conclusion. Because of all this, we make a firm covenant in writing. On the sealed document are the names of our priests, our Levites, and princes, our Levites, and our priest. 38-ാം വാക്യത്തിൽ നാം ഇതിന്റെ സമാപനത്തിലേക്ക് വരികയാണ്. ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായ ഒരു നിയമം ചെയ്ത് എഴുതുന്നു. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യനും പുരോഹിതന്മാരും അതിന് മുദ്രയിടും. This is what a prayer and true confession leads to, a decision
something that's actionable and accountable. ഇതാണ് വാസ്തവത്തിൽ ഒരു ഏറ്റുപറച്ചിലിൻ്റെതായിരിക്കുന്ന സമാപനം, അതിന്റെ ഉത്തരവാദിത്വം സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നതായിരിക്കുന്ന ഒരു പ്രതികരണം. Because of all this, ഇതൊക്കെയും ഓർത്ത്, because of the history, ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ, because of the mercy that would not make an end of us. ഞങ്ങളൊരു അന്തം വരുത്തുന്നതിന് കാരണമാകാത്തതായിരിക്കുന്ന ദൈവത്തിന്റെ കരുണനിമിത്തം. And because of the slavery that we are standing, therefore now they are acting together. ഞങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള ഈ ദാസ്യത്വ നിമിത്തം ഞങ്ങൾ ഒരുമിച്ച് ഈ തീരുമാനമെടുക്കുകയാണ്. The gathering began with fasting and sackcloth and dirt, and moved through 6 hours of reading and confessing. And now, one of the longest prayers that we are seeing here, it does not end in a sigh or warm feeling, or else that we had a good meeting that everyone talks back on their home. It ends in a signature written. ഈ കൂടിവരവ് ആരംഭിച്ചത് അവർ വെട്ടിലും വെണീരിലും എല്ലാം ഇരുന്നു കൊണ്ടുള്ളതായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ദീർഘമായിട്ടുള്ള നിലയിൽ അവർ ആരാധിക്കുകയും ഏറ്റുപറയുകയും എല്ലാം ചെയ്തു. അതെല്ലാം അവസാനിക്കുന്നത് എല്ലാം നന്നായി എന്നുള്ളതായിരിക്കുന്ന ഒരു മനോഭാവത്തിലല്ല, പ്രത്യുത വാസ്തവത്തിൽ ഒരു നിർണയത്തിൽ എത്തുന്നതായിരിക്കുന്ന അവസ്ഥയിലാണ്. Many a times everything except ending with a signature is what happens through our confessions. പലപ്പോഴും നമ്മുടെ ഏറ്റുപറച്ചിൽ സംഭവിക്കുന്ന കാര്യം അത് അവസാനിക്കുന്നത് ഒരു ഒപ്പിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നിലയിലല്ല എന്നുള്ളതാണ്. Genuine crying, grieving, experience of coming close to God, confessing, all this happens in our lives. പലപ്പോഴും നാം ഏറ്റുപറച്ചിലും നമ്മൾ ദുഃഖിക്കലും എല്ലാം കരയിലും എല്ലാം ഉണ്ടാകും. And feeling good that I have shared this is there. ഇതെല്ലാം ഞാൻ പങ്കുവെച്ചു എന്നുള്ളതായിരിക്കുന്ന സന്തോഷമായ മനസ്സിലുണ്ടാകാം. But a conviction and decision of what this confession has to do in terms of God's covenant and promises and God's expectation never happens. എന്നാൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമുമ്പാകെ അത് ഏറ്റുപറഞ്ഞ് ഒരു പ്രതീക്ഷയോടുകൂടെ സമർപ്പിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവം ഇല്ലാതെ പോകും. Time is short. I will share my notes later. The word used for firm covenant is the Hebrew word is special to affirm that they truly mean it, and I will share that later. ഇവിടെ ഈ ഉടമ്പടിക്ക് വേണ്ടി നിയമം എന്നുള്ളതിന് ഉപയോഗിച്ചിരുന്ന പദം ഒരു പ്രത്യേക പദമാണ്. അത് ഞാൻ പിന്നീട് നോട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. And as I said, they wrote it, they sealed it, and they named individuals responsible through it, again showing how that confession and covenant in writing progressed. അവർ എഴുതുകയും അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മുദ്രയിടുകയും ചെയ്തു. അങ്ങനെ അത് വാസ്തവത്തിലുള്ള ഒരു രേഖയാക്കി ഓർത്തു. The names of our prince, our Levites, and our priests, the very people who initially led them into sin, their names are first put down. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു. ആരെല്ലാം ഇവരെ വഴി തെറ്റുവാനായിട്ട് കാരണമായി തീർന്നു അവരെല്ലാം ഇപ്പോൾ അതിന് ഉത്തരവാദികളായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. At home, if our kids and our partner spouses are not living in obedience or shortcomings are there, it cannot be solved unless the husbands, the fathers, the leadership at the churches have written down their firm covenant, and confession truly happens in their lives. കുട്ടികൾ വഴിതെറ്റി അല്ലെങ്കിൽ ദമ്പതി വഴിവിട്ട് പോകുന്നുവെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ സഭയിൽ വഴിതെറ്റി പോകുന്നുവെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വാസ്തവത്തിലൊരു നിയമ ഉടമ്പടി നടത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ അതിനുള്ളതായിരിക്കുന്ന പരിഹാരം ഉണ്ടാകുകയില്ല. Yeah, so that should happen in the leadership, in the husbands and churches, and may God enable that. അത് നേതൃത്വത്തിൽ ഉണ്ടാകേണ്ടതായിരുന്ന കാര്യമാണ്. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. And then what happens after this firm covenant? ഈ ഉടമ്പടി ഉറപ്പിച്ചതിന് ശേഷം എന്താണ് നടക്കുന്നത്? We read in chapter 13, within a single generation the Sabbath they promised to keep was broken by traders in the gate. The tithes had dried up and the Levites had gone back to their fields.
13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു തലമുറയുടെ കാലം കഴിയുന്നതിന് മുമ്പേ തന്നെ അവർ ശബ്ബത്തിനെ ലംഘിക്കുകയും ലേവ്യർ ജോലിക്കായിട്ട് വേലയ്ക്ക് ശബ്ബത്തിൽ പോവുകയും ചെയ്തു നാം വായിക്കുന്നു. The mixed marriages were back. The children were growing up who could not speak the language of Judah. And when Nehemiah returns from Persia, he finds, Tobiah living in a room of the temple itself. മിശ്രിത വിവാഹങ്ങൾ നടക്കുകയും അങ്ങനെ മക്കൾക്ക് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാത്തതിലായിത്തീരുകയും തോബിയ തന്നെ ആലയത്തിന്റെ ഒരു അറയിൽ പാർക്കുകയുമായിട്ട് നെഹമ്യ പേർഷ്യയിൽ പോയി തിരിച്ചു വന്ന സമയത്ത് കാണാനിടയായിരുന്നു. I am pretty sure the ink was still legible, but the covenant had already been broken. അവര് എഴുതിയതായിരിക്കുന്ന ആ എഴുത്ത് പിന്നെയും വായിക്കാമായിരുന്നു, എന്നാൽ അത് ലംഘിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Verse 38 is not a triumph, but it is the best that a sincere human resolution can do. 38-ാമത്തെ വാക്യം അതൊരു വിജയമായിരുന്നില്ല, പ്രത്യുത മാനുഷികമായിട്ടുള്ള നിലയിൽ അവർക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. Dear ones, if the most revived congregation in the Old Testament on the best day of their spiritual lives, they just read the book freshly, and the whole nation, they are thankful and returned in weeping. If a signed covenant could break in a matter of 15 to 20 years, what is the hope that is there for you and me for all the decisions and resolutions that we are making? സഹോദരന്മാരെ, പഴയ നിയമത്തിൽ കാണുന്നതായിരിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ളതായിരിക്കുന്ന ഒരു മാനസാന്തരവും യഥാസ്ഥാനപ്പെടലുമായിരിക്കുന്ന ഈ സംഭവത്തെ തുടർന്ന് 20 വർഷത്തിനുള്ളിൽ അത് ലംഘിക്കപ്പെടുവാൻ ഇടയിടെ തീർന്നുവെങ്കിൽ നമ്മൾ ജാഗ്രതയുള്ളവരല്ല എങ്കിൽ നമുക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? It is only one this, that God has a better covenant that we are now living all along. നാം ആയിരിക്കുന്നതായിട്ടുള്ള ഈ ഉടമ്പടി അത് മെച്ചമായിട്ടുള്ള ഉടമ്പടിയാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ആശ നമുക്കുണ്ട്. Time is short. I'll share my notes, but just 4 threads. There are many threads that we see in this chapter and previous chapter that are all leading to Christ. സമയം ചുരുക്കമാരുടെ വിവരിക്കുന്നില്ല. ഈ അധ്യായത്തിലും കഴിഞ്ഞ അധ്യായത്തിലും കാണുന്നതായിട്ടുള്ള 4 യേശു കർത്താവിലെ ചൂണ്ടിക്കാണിക്കുന്ന 4 നാരുകൾ നമുക്ക് കാണുവാനായിട്ട്. First, they were all under slavery. ഒന്നാമത് അവരെല്ലാവരും അടിമത്തത്തിലായിരുന്നു. A political bondage, a Persian tax that was on them. രാഷ്ട്രീയമായതായിരിക്കുന്ന ഒരു ബന്ധനവും പാർസി രാജാക്കന്മാരുടെ നികുതിയും അവരുടെ മേലുണ്ടായിരുന്നു. But Christ pointed to a slavery that is far more superior and that could not end, which was everyone who practices sin is a slave to sin in John 8:36. യേശു കർത്താവ് പറയുണ്ടായി യോഹന്നാന്റെ സുവിശേഷം 8:36 പാപം ചെയ്യുന്നില്ല, പാപത്തിന്റെ ദാസനാവെന്ന് പറയുണ്ടായി. And the only one who could set us free is, as we see in John 8:36, if the Son sets you free, you will be free indeed. നമ്മളെ അതിൽ നിന്ന് വിമുക്തരാക്കുവാൻ സാധിക്കുന്നത് കേവലം പുത്രൻ മാത്രമാണ്. 36 വായിക്കുന്ന പോലെ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. Second, the verdict, you have been righteous, even though we had been wicked. രണ്ടാമതായിട്ട് ഞങ്ങൾ ദുഷ്ടരായിരുന്നു എന്ന് നാം വായിക്കുന്നു. Yeah, but we see God's righteousness and mercies and grace in spite of their wickedness. എന്നാൽ അവരുടെ ദുഷ്ടതയ്ക്ക് മധ്യത്തിലും ദൈവത്തിന്റെ നീതി നാം കാണുന്നു. And how can a righteous God forgive these wicked people and remain righteous? എങ്ങനെ നീതിമാനായ ഒരു ദൈവത്തിന് അവരെ ക്ഷമിക്കുവാനായിട്ടും അവൻ നീതിമാനായിരിക്കാനായിട്ട് സാധിക്കും? It is the answer is in the cross, where we see in Romans 3:26 that God shows his righteousness so that he might be just and the justifier of those who has faith in Jesus. അത് നാം കാണുന്നത് കാൽവരി ക്രൂശിലാണ്. റോമാലേഖനം 3:26 നാം കാണുന്നു, അവൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്ന നീതീകരിക്കുന്നതിനും ആകേണ്ടതിന് അവൻ യേശു കർത്താവിനെ എല്ലാവർക്കും നീതിയുടെ അടയാളമായി നിർത്തിയെന്ന് വായിക്കും. And at Calvary, the 2 columns that I had shown earlier, of verse 33 met in one person. He was righteous, we were wicked, and he took our column of the consequences because of our wickedness. 2 കോളം ഞാൻ കാണിക്കുകയുണ്ടായി. യേശു കർത്താവ് നമ്മളുടെ പാപങ്ങളെ വഹിക്കുകയും അങ്ങനെ നമ്മൾക്ക് പകരമായിട്ട് തീരുകയും അവൻ നമ്മുടെ നീതിയായിട്ട് തീരുകയും ചെയ്തു. And third, the covenant. മൂന്നാമതായിട്ട് ഉടമ്പടി.
we see that they cut an writing the priest with the name of the prince and priest that we saw, what we saw here. നമ്മുടെ കാണുകയുണ്ടായി പുരോഹിതന്മാരും പ്രഭുക്കന്മാരും അവരുടെ പേരുകൾ എഴുതിയെന്ന്. And on the night that Christ was betrayed, the Lord Jesus took the cup and said, "This cup that is poured out for you is the new covenant in my blood." യേശു കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ പാനപാത്രം എടുത്തിട്ടുണ്ടായി, ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന് പറയുണ്ടായി. They wrote their covenant with human words, but the covenant that Christ wrote was with his own blood on the cross of Calvary. ഇവർ മാനുഷികമായിട്ട് കരങ്ങളാലാണ് ഈ ഉടമ്പടി എഴുതുകയും ഒപ്പിടുകയും ചെയ്തത്. എന്നാൽ യേശു കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ പുതിയ നിയമം നമുക്കായിട്ട് സ്ഥാപിച്ചു. And fourthly, we see again, probably as we go to the next chapter, where is this taking us? നാലാമതായിട്ട് നമുക്ക് അടുത്ത അധ്യായം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. After this magnificent covenant is written, the whole chapter is about the temple. ഈ വിലയേറിയതായിരിക്കുന്ന ഉടമ്പടി എഴുതപ്പെട്ടതിന് ശേഷം മുഴുവൻ വിവരണവും ദൈവാലയത്തോടുള്ള ബന്ധത്തിലാണ്. Yeah, the wood of the altar fire, the tithes of the Levites, the first fruit, the temple tax, and it ends with the words in 10:39, we will not neglect the house of our God. നാം ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ വിറക്, അതിലെ ദശാംശം, ലേവ്യർക്കുള്ളത്, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ വിവരിച്ചതിന് ശേഷം അവസാന വാക്യത്തിൽ നാം കാണുന്നത് ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തെ ഉപേക്ഷിക്കയില്ല എന്നാണ്. It is not the reason is, as I had been sharing last week from the study of Don Carson, that the great covenant is not about the honesty in business or purity in marriage and daily things. That is important. But the underlying sin beneath all sin is idolatry, the de-godding of God, which we saw in verse 26. കഴിഞ്ഞ ആഴ്ച ഡോൺ കാൻസനോൾ പറഞ്ഞതുപോലെ, ഞാൻ ഓർപ്പിച്ചതുപോലെ, ഇതിനെല്ലാം അടിയിൽ കിടക്കുന്നതായിട്ടുള്ള പാപം വിവാഹത്തിലുള്ള നിർമ്മലതയും പ്രായോഗിക ജീവിതവും എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതിനെല്ലാം അടിയിൽ കിടക്കുന്നതായിട്ടുള്ള പാപം എന്നുള്ളത് അത് വിഗ്രഹാരാധനയാണ് നാം കാണുന്നത്. Yeah, their deepest problem, and even our deepest problem, is not social and elements around us. It is alienation from God, and the deepest need for reform is not a reconciliation, but a meeting, a restoration of relationship with God. Not reform, but reconciliation. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഒരു പുനഃസ്ഥാപനമല്ല ആവശ്യം, പ്രത്യുത വാസ്തവത്തിലുള്ളതായിരിക്കുന്ന ഒരു യഥാസ്ഥാനപ്പെടലും മാനസാന്തരവുമാണ് ആവശ്യം. ദൈവമായിട്ടുള്ള നിരപ്പാണ് ആവശ്യം. അതാണ് വാസ്തവത്തിൽ വ്യത്യാസം വരുന്നത്. And that was what the temple was for them that time. അതാണ് ആലയം അവർക്ക് ആ നിലയിൽ അന്ന് അവർക്കായിരുന്നു. Ezra and Nehemiah saw that a people with walls and gates and centuries, but no reconciliation with God, had no meaning at all. എസ്ര അവര് വാതിലും പടിവാതിലും മതിലും ആലയവും ഉള്ളതായിരുന്ന ജനത്തെ കണ്ടു. എന്നാൽ ദൈവമായിട്ടുള്ള നിരപ്പ് കൂടാതെ ഉള്ളതായിരിക്കുന്ന ആ കാര്യങ്ങൾ കേവലം അത് വ്യർത്ഥമായിട്ടതായി. And now where is our meeting place? നമ്മുടെ യോഗസ്ഥലം എവിടെയാണ്? The Lord Christ himself stood in the temple cross and said, "Destroy this temple, and in 3 days I will raise up." And John tells us plainly that he was speaking the temple of his body. He is our ultimate priest, the ultimate sacrifice, and the ultimate king and ultimate temple, where God has brought a place for sinners to meet with God. യേശു കർത്താവ് താൻ തന്നെ ആലയത്തിൽ നിന്നിട്ട് പറയുകയുണ്ടായി, ഈ ആലയം നശിപ്പിച്ച് കളയാം, 3 ദിവസം വീണ്ടും യോഹന്നാൻ പറയുന്നുണ്ട് അത് യേശു കർത്താവിന്റെ ശരീരത്തെ കുറിച്ചായിരുന്നുവെന്ന്. അവൻ മാത്രമാണ് നമ്മൾക്ക് വാസ്തവത്തിൽ നിരപ്പാനുള്ളതായിരിക്കുന്ന ആലയത്തിന്റെ കേന്ദ്രം. അവനാണ് നമ്മൾക്ക് വാസ്തവത്തിൽ ദൈവമായിട്ടുള്ള നിരപ്പ് നൽകുന്നത്. Yes, there are some more notes related to it. I will share it later. ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള നോട്ടുകൾ ഞാൻ പിന്നീട് പങ്കുവെക്കാം. Just 5 points to summarize. May God enable us to rebalance the prayers that we are asking. നമ്മളുടെ പ്രാർത്ഥനകളെ സന്തുലന നിലയിലാക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. May we remember more of God. May we remember His blessings and who God is, and then bring our request to Him. നാം ദൈവം ആരാണെന്നുള്ളതും ദൈവത്തെയും അവന്റെ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം, നാം പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ പറഞ്ഞതിന് മുമ്പായി. And let's learn to pray as we see in verse 33. 33-ാം വാക്യത്തിൽ കണ്ടതുപോലെ പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് അഭ്യസിക്കാം. And let's own the list of failures
even if it's from our forefathers and family, and also realize where to correct in our lives. നമ്മുടെ പരാജയങ്ങൾക്കുള്ള ഉത്തരവാദിത്വം നമുക്ക് സ്വന്തമായിട്ട് ഏറ്റെടുക്കാം. അത് നമ്മളുടെ പിതാക്കന്മാരുടെ പരാജയങ്ങളായിരുന്നു കഴിഞ്ഞ. And let's look into our lives. Where are areas where we are still a slave? And if there is distress and difficulties, being honest about it to God and others to truly come out of it. നാം എവിടെ അടിമത്തത്തിലായിരിക്കുന്നു അത് നമ്മൾക്ക് സത്യസന്ധമായിട്ട് അംഗീകരിക്കുകയും അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യും. And let us put our confessions into covenants and writing, but not just trust on the writing, trust in Christ, whose covenant is the new covenant is powerful enough to help us carry through and fulfill things as per God's will. നമ്മളുടെ ബോധ്യങ്ങളെ നമ്മൾക്ക് രേഖയാക്കാം. അത് കേവലം രേഖയാക്കുക എന്നുള്ളതല്ല, പ്രത്യുത അതനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയും അങ്ങനെ നമ്മൾക്കത് വാസ്തവമായിട്ട് അനുഭവസ്ഥമാക്കുകയും ചെയ്യാം. നമ്മളുടെ God bless us through these words. God's name be glorified. ഈ ചിന്തകൾ മുഖാന്തരം കർത്താവ് അനുഗ്രഹിക്കുമാട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടും.